Hello students. In the last video we have discussed about the marketing strategy. We have started discussing about international marketing strategies and we have given an introduction about marketing strategies in international business. Here we will see what are the classifications included in international marketing strategies. International marketing strategies includes 5 aspects, that is market analysis, promotion strategies, distribution strategies, pricing strategies and product strategies. So first we will analyze what is market analysis. The international marketing strategies should focus on analyzing the market. The goal of market analysis is to understand the evolving opportunities and threats in the market. എന്താണ് ഓരോ മാർക്കറ്റിലും ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇൻവോൾവ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ചിലപ്പോൾ പുതിയ തന്നെ ഒരു പ്രോജക്റ്റായിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പം വി ഷുഡ് ഫോക്കസ് ഓൺ, നമ്മൾ മനസ്സിലാക്കണം വി ആർ ഗോയിങ് ടു ഫേസ് ലോട്ട് ഓഫ് ത്രെറ്റ്സ്. അപ്പോൾ ദ ഗോൾ ഓഫ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് നമ്മുടെ ത്രെറ്റ്സ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് നടത്തുന്നത്. ഈ ഡയമെൻഷൻ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡയമെൻഷൻസ് ഓഫ് മാർക്കറ്റ് അനാലിസിസ്. മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വി ഹാവ് ടു ഡിറ്റർമിൻ ദ മാർക്കറ്റ് സൈസ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് സൈസ്, മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് യുവർ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് സൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് അനാലിസിസിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. It is this analysis will be based on, or you will be able to determine the market size based on present and potential sales. Next is assess the demographic factors and purchasing power. കൺസ്യൂമേഴ്സിനെ അങ്ങോട്ട് അനലൈസ് ചെയ്യുക. അവരുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ പ്രോഡക്റ്റ് കാറ്റർ ചെയ്യുന്നത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ്, ഏത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്കാണ്, അങ്ങനെയുള്ള ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിനെയൊക്കെ എത്രയാണ് നിങ്ങളുടെ പോപ്പുലേഷൻ സൈസ് എത്രയാണ്, ഇതിനെയൊക്കെ അനലൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ ദർ പർച്ചേസിങ് പവർ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി എന്താണ്, പർച്ചേസിങ് പവർ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക. ദെൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സെറ്റ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ പോകുന്ന മാർക്കറ്റിൻ്റെ if you are going to determine or if you are going to enter a particular market, what are the needs and wants of the consumers there? ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് അനാലിസിസിൽ ചെയ്യും. ദെൻ വാട്ട് ആർ ദ കൾച്ചറൽ ഡിഫറൻസസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫേസ് ഇൻ ദ ന്യൂ മാർക്കറ്റ്. നിങ്ങൾ പുതിയൊരു രാജ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇൻ്റർനാഷണൽ ബിസിനസ് നമുക്കറിയാമല്ലോ, ക്രോസ് ബോർഡർ ബിസിനസ്സാണ്. അപ്പോൾ പുതിയൊരു രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് വാട്ട് ആർ ദ കൾച്ചറൽ ഡിഫറൻസസ് ദാറ്റ് ഈസ് ദേ. ദെൻ അനലൈസ് ദ കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ ഈ കൾച്ചറൽ ഡിഫറൻസസിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്താണ് അനലൈസ് ചെയ്യുക. ദെൻ ഡെവലപ്പ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജീസ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നിങ്ങൾ പഠിച്ചതാണ് ഡിഗ്രി ലെവലിലൊക്കെ. യു മൈറ്റ് ബി റിമെമ്പറിങ് സെഗ്മെൻറ്റിങ് ദ മാർക്കറ്റ്. യു ആർ ഡിവൈഡിങ് യുവർ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്. കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പല പല കാര്യങ്ങളിൽ ജെൻഡർ വൈസ് ആക്കാം, ഏജ് വൈസ് ആക്കാം, അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ്, ഫാഷൻ, അങ്ങനെ കുറേ ക്രൈറ്റീരിയൻസ് വെച്ചിട്ട് നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാം. സോ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അവരെന്തുകൂടെ ശ്രദ്ധിക്കണം, ദേ ഹാവ് ടു ഡെവലപ്പ് സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജീസ്. ദെൻ ഫോക്കസ് ഓൺ ടാർഗറ്റ് മാർക്കറ്റിംഗ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ് ആയാലും നമ്മൾ ആദ്യം മാർക്കറ്റിനെ പഠിക്കുക, എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞ് അവരുടെ ഫാക്ടേഴ്സ്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിനൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് സെഗ്മെൻറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ടാർഗറ്റഡ് സെറ്റ് ഓഫ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാനൊരു ഹെൽത്ത് ഡ്രിങ്കാണ്, കുട്ടികൾക്കുള്ളൊരു ഹെൽത്ത് ഡ്രിങ്കാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ ആ ടാർഗറ്റ് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇതല്ലാതെ കുറച്ച് കീ സക്സസ് ഫാക്ടേഴ്സ് ഉണ്ടാവും.
those elements that are necessary for achieving marketing objectives. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഈ കീ സക്സസ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ആക്സസ് ടു യുണീക്ക് റിസോഴ്സസ്. ചിലപ്പോൾ ഈ കീ സക്സസ് ഫാക്ടേഴ്സിൽ എന്ന് പറയുന്നത് നമുക്ക് യുണീക്കായിട്ടുള്ള പല റിസോഴ്സസ് ആയിരിക്കും, വേറെ കമ്പനീസിനൊന്നും ഇല്ലാത്ത ചില റിസോഴ്സസ് നമ്മളെ അടുത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ എബിലിറ്റി ടു അച്ചീവ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ, നമുക്ക് കുറച്ചും കൂടെ ലാർജർ പ്രൊഡക്ഷനൊക്കെ നടത്തിയിട്ട് എക്കണോമീസ് ഓഫ് സ്കെയിലൊക്കെ അവെയിൽ ചെയ്യാൻ സാധിക്കുക. ദെൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇതൊക്കെയാണ് കീ സക്സസ് ഫാക്ടേഴ്സ് ഒക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്തിനകത്ത്, മാർക്കറ്റ് അനാലിസിസ് പറയുന്ന ആസ്പെക്റ്റിനകത്ത്. അതേപോലെ പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഡയമെൻഷനാണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ്. പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ 3 ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലുള്ളത്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് എക്സ്റ്റൻഷനാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള ഫേമിനെ സംബന്ധിച്ച് ദേ മൈറ്റ് ബി ഗോയിങ് ഫോർ എ പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ. പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, whatever is being produced in the domestic market is being extended to the international market. ഇതിനെയാണ് പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓർ യു ക്യാൻ ഓപ്റ്റ് ഫോർ പ്രോഡക്റ്റ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ്, ബട്ട് ഐ എം മേക്കിംഗ് സർട്ടൻ മോഡിഫിക്കേഷൻസ് ഇൻ മൈ പ്രോഡക്റ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ ടു ദ ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ പ്രോഡക്റ്റിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അഡാപ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാം, നമ്മൾ ടൈലറിങ് ചെയ്യുന്ന പോലെ. ഇതിനെയാണ് പ്രോഡക്റ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയാം. ഓർ നമുക്ക് എന്ത് ചെയ്യാം, എൻറ്റയർലി പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. ഇതിനെയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ ഈ 3 സ്ട്രാറ്റജീസാണ് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഐദർ വിൽ ഗോ ഫോർ പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി ഓർ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി ഓർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. ഇതല്ലാതെ നമ്മുടെ പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വൺ ഈസ് പ്രോഡക്റ്റ് പ്ലാനിങ്. ഹൗ യു പ്ലാൻ യുവർ പ്രോഡക്റ്റ്. നമ്മളെപ്പോഴും മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ സെൽ ഓഫ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് ദ കൺസെപ്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഐഡിയ എന്നാണ്. ഒരു സാധനം ഉണ്ടാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് മുതൽ, ആ ചിന്ത മുതൽ അത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ ആസ് പാർട്ട് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പ്രോഡക്റ്റിനെ പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ പ്രോഡക്റ്റ് പൊസിഷനിങ്, ഹൗ യു ആർ ഗോയിങ് ടു പൊസിഷൻ യുവർ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ് പ്രോഡക്റ്റ് പൊസിഷനിങ്. ദെൻ പ്രോഡക്റ്റ് ബ്രാൻഡിങ് സ്ട്രാറ്റജീസ്. എന്തൊക്കെ ബ്രാൻഡിങ് സ്ട്രാറ്റജീസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആരൊക്കെ വെച്ചിട്ടാണ്, ആരായിരിക്കും നമ്മുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിൽക്കാൻ പോകുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ പാക്കേജിങ് ആൻഡ് ലേബിളിംഗ് സ്ട്രാറ്റജീസ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാക്കേജിങ് ആൻഡ് ലേബിളിംഗ് സ്ട്രാറ്റജീസ്. പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പ്രോഡക്റ്റിനെ നമ്മൾ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാൻ നമുക്കതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ ലേബിളിംഗ്. ചില പ്രോഡക്റ്റ്സൊക്കെ നമുക്കറിയാം, നമ്മൾ വാങ്ങിച്ചു പോണത് അതിൻ്റെ ആ പാക്കേജ് കണ്ടിട്ടാണ്. ഉള്ളിലെത്തുമ്പോൾ ഒത്തിരി ഉണ്ടായുള്ളൂ തോന്നും. അപ്പോൾ ആ അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ വാങ്ങാൻ കൺസ്യൂമറെ പെർസ്യൂഡ് ചെയ്യുന്നത് അതിൻ്റെ പാക്കേജിങ് ആയിരിക്കും. സോ ഇറ്റ്സ് എ ക്രൂഷ്യൽ ഡിസിഷൻ. ദെൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മുടെ ഓരോ പ്രോഡക്റ്റും നമുക്കറിയാം, ആസ് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ദെയർ ലൈഫ് സൈക്കിൾ, പ്രോഡക്ട്സ് ഓൾസോ ഹാവ് ദെയർ ഓൺ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഏത് സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, നമ്മുടെ പ്രോഡക്റ്റ് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. നമ്മൾ പുതിയ പ്രോഡക്ട്സ് ആയിട്ട് ഡീൽ ചെയ്യുക. നമ്മളിപ്പോൾ 3 ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞെങ്കിൽ നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മുടെ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്. ഇഫ് യു ആർ ഗോയിങ് ഫോർ അഡാപ്റ്റേഷനിലേക്കാണ് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ ഡൈവേഴ്സിഫിക്കേഷൻസ് ആയിരിക്കും കൊണ്ടുവരിക. അവർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ലൈനിൽ ചെറിയ ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ അത് വാട്ട് ആർ ദ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ കവർ ചെയ്യാനുണ്ട്, പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് അനാലിസിസ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് കവർ ചെയ്തു. മാർക്കറ്റ് അനാലിസിസിനകത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം, മാർക്കറ്റിൻ്റെ സൈസ്,
അതിൻ്റെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ, കൺസ്യൂമർ ബിഹേവിയർ, നീഡ്സ് ആൻഡ് വാണ്ട്സ്, പിന്നെ അങ്ങനെ സെഗ്മെൻറ്റേഷൻ, എല്ലാ ടാർഗറ്റ് മാർക്കറ്റ് എന്താണ്, എല്ലാം നമ്മൾ കവർ ചെയ്യണം. അതേപോലെ പ്രോഡക്റ്റ് സ്ട്രാറ്റജീസും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ അവിടെ നമ്മൾ ഏത് പ്രോഡക്റ്റ് സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യും, അതേപോലെ എന്തൊക്കെയാണ് അതിനകത്ത് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, പ്രോഡക്റ്റ് പ്ലാനിങ് ഉണ്ട്, അങ്ങനെ ഓരോ ആസ്പെക്ട്സും, പാക്കേജിങ് ലേബലിംഗ് ഉണ്ട്, ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ നോക്കേണ്ടതാണ്. ദെൻ അതേപോലെ നമ്മൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് മിക്സ് ആണ് പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സിലെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. പ്രൈസിങ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി യൂസ് ടു ഫിക്സ് ദ ബെസ്റ്റ് പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. അതാണല്ലോ പ്രൈസിങ് സ്ട്രാറ്റജീൻ്റെ ഉദ്ദേശം തന്നെ. ദെൻ പ്രൈസ് ഷുഡ് ഹെൽപ്പ് ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ ആസ് വെൽ ആസ് റിക്വയർഡ് പ്രോഫിറ്റ്. രണ്ടും വേണം. പ്രൈസ് എന്ന് പറയുന്നതിന് പ്രൈസ് ഷുഡ് ബി ലോ ഇനഫ് ടു എക്വയർ മാർക്കറ്റ് ഷെയർ. കാരണം കുറഞ്ഞ പൈസ ആണെങ്കിൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുക, നമുക്ക് മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹൈ ഇനഫ് ടു മേക്ക് ആഡിക്വേറ്റ് പ്രോഫിറ്റ്. ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ എത്ര പ്രോഫിറ്റാണോ ആവശ്യം അത്രയും പ്രോഫിറ്റ് എക്വയർ ചെയ്യാനും നമുക്ക് സാധിക്കണം. അതേപോലെ ആയിരിക്കണം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് എൻട്രി പ്രൈസിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ പുതുതായിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എൻട്രി പ്രൈസിങ് സ്ട്രാറ്റജീസ് ലൈക്ക് സ്കിമ്മിങ്, പെനിട്രേറ്റിംഗ് ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലുള്ള കമ്പനീസിൽ ആപ്പിളിനെ നോക്കുകയാണെങ്കിൽ they have adopted skimming policy. അവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഹൈ റേഞ്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ടു സ്കിം ദ ക്രീം ഓഫ് ദ മാർക്കറ്റ്. പക്ഷേ അതല്ലാതെ ചൈനീസ് ബ്രാൻഡ്സ് ഷവോമിയോ അല്ലെങ്കിൽ വിവോ ഒക്കെ ആണെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പെനിട്രേഷൻ പോളിസിയാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി പ്രോഡക്ട്സിനേക്കാളും താഴ്ന്ന വിലയ്ക്ക് ഇതെങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അവർ ഫോളോ ചെയ്യുന്നത് പെനിട്രേഷനാണ്. അപ്പം ഏത് സ്ട്രാറ്റജിയാണ് നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ്. ദെൻ അതർ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ്സ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ഉണ്ട്. How you price, your price will be based on the what price the competitor charges. Then customer based pricing and which set of category of people you are conferring to. ഇപ്പോൾ IFBക്കൊക്കെ അങ്ങനെ ഉണ്ട്. റൂറൽ പ്രൈസിങ് വേറെ, റൂറൽ ഏരിയയിലെ ആൾക്കാർക്ക് ഒരു വില, urban ഏരിയയിൽ ഒരു വില എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൺസ്യൂമർ ബേസ്ഡ് പ്രൈസിങ് ആണ്. ദെൻ വി ഹാവ് സൈക്കോളജിക്കൽ പ്രൈസിങ് ലൈക്ക് വോട്ട് ബാറ്റ ഡെസ് 99.99 എന്ന് പറയുമ്പോൾ എന്തൊരു കൃത്യമായിട്ടിരിക്കണേ തോന്നും. അങ്ങനെ സൈക്കോളജിക്കൽ പ്രൈസിങ് ഉണ്ട്, വാല്യൂ പ്രൈസിങ് ഉണ്ട്, ഫ്ലെക്സിബിൾ പ്രൈസിങ് ഉണ്ട്. ഇപ്പം ഈ ഒരുപാട് സ്ട്രാറ്റജീസ് ആർ അവൈലബിൾ. ദർ ആർ ലോട്ട് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആൻഡ് ദ ഓർഗനൈസേഷൻ ഷുഡ് ഫോക്കസ് ഓൺ all these things before determining its strategies. Then appropriateness of strategy will depend upon the stage of product life cycle. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മാർക്കറ്റിനെ ഡിസൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഏത് പ്രോഡക്റ്റാണെന്ന് പ്രോഡക്റ്റിൻ്റെ സ്ട്രാറ്റജീസ് ഡിറ്റർമിൻ ചെയ്യുമ്പോഴൊക്കെ ആ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രൈസിങ് റെഗുലേഷൻസ് ആൻഡ് കറൻസി ട്രാൻസിഷൻ നീഡ് ടു ബി അനലൈസ്ഡ്. ഓരോ രാജ്യത്തിൽ ഇപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വേറൊരു രാജ്യത്ത് എന്തൊക്കെ പ്രൈസിങ് റെഗുലേഷൻസ് ഉണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആണെങ്കിൽ അതിന് എത്രത്തോളം പ്രൈസേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പ്രൈസിങ് റെഗുലേഷൻസ് ഇത്രത്തോളം ഉണ്ട്. പിന്നെ ട്രാൻസിഷൻ ഇഷ്യൂസ്, എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നിട്ടുള്ള ചേഞ്ചസ്, മാറ്റം എന്തൊക്കെയാണ്, നമ്മൾ ഇത്ര കോസ്റ്റ് നമുക്കിവിടെ ആയി, നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ ഇത്ര കോസ്റ്റ് ആയി, അവിടെ എത്തുമ്പോൾ നമുക്ക് ഇത്ര വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അവരുടെ റേറ്റ് നമ്മളിതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്പോൾ ആ കറൻസി ട്രാൻസിഷൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൂടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ മാർക്കറ്റിംഗ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാത്രമായിട്ട് ഫിലിപ്പ് കോട്ട്ലർ എഴുതുന്ന പോലെ ഒരു പുസ്തകം എഴുതാനുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ അതിനകത്തുള്ള ഓരോന്നും അപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ വൈഡായിട്ട് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളതിനെ കൺഫൈൻ ചെയ്യാണ്. അപ്പോൾ പ്രൈസിങ് സ്ട്രാറ്റജീസ് പറഞ്ഞു. പിന്നെ മാർക്കറ്റ് അനാലിസിസിലുള്ളത് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ആണ്. ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് ഡിസൈൻ ടു ഇൻഫോം, പെർസ്വേഡ് ആൻഡ് റിമൈൻഡ് ടാർഗറ്റ് ഓഡിയൻസ് അബൌട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ടു ബൂസ്റ്റ് സെയിൽസ്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിനെ
റിമൈൻഡ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കാനുള്ളതൊക്കെയാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ്. It's a strategy to develop an optimum promotion mix consisting of advertising, sales promotion, personal selling and publicity. ഇതെല്ലാം കൂടിയതാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? മാർക്കറ്റ് അനാലിസിസ്, പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ്, പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആൻഡ് കമ്പനി ഷുഡ് ഫോക്കസ് ഓൺ കസ്റ്റമർ അട്രാക്ഷൻ റിട്ടൻഷൻ. പ്രൊമോഷനിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, it should be the promotional measures that you adopt should be able to attract the consumers. പെട്ടെന്നൊന്ന് അട്രാക്ട് ചെയ്താൽ മാത്രം പോരാ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റീറ്റെയിൻ ദ പീപ്പിൾ. നമ്മുടെ മനസ്സിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റൊക്കെ പറയുന്ന സമയത്ത് പറയാം, അതിനകത്തുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആൾക്കാരെ റിട്ടൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അട്രാക്ഷനും റിട്ടൻഷൻ സ്ട്രാറ്റജീസൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസാണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടു മേക്ക് അവൈലബിൾ ദ ഫൈനൽ പ്രോഡക്റ്റ് ടു ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. ഇതാണ് ഈ സ്ട്രാറ്റജിയുടെ ഉദ്ദേശം. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് കൺസ്യൂമറുടെ അടുത്ത് എത്തുക വിതൗട്ട് മച്ച് ഡിലേ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു കൺട്രീസ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർനാഷണൽ ബിസിനസ്, അവിടെ ചേഞ്ചസ് ഉണ്ടാവും ചാനൽസിന്. അത് അപ്പം ഓരോ കൺട്രീസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. നമ്മളെ പോലെ ഹോൾസെയിൽ, റീറ്റെയിൽ, കൺസ്യൂമർ പറഞ്ഞിട്ടുള്ള ഒരു ചാനലായിരിക്കില്ല വേറെ സ്ഥലത്ത് പോകുമ്പോൾ. ഇപ്പം നമുക്ക് ഓൺലൈനിൽ തന്നെ അറിയാം. ഓൺലൈനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മാനുഫാക്ചർ എടുത്തുനിന്ന് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലാതെ ഇതിന് ഫെസിലിറ്റേറ്റിംഗ് സൈറ്റ്സ് ത്രൂ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് മോഡാണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് ദറ്റ് വി ചൂസ്, അത് ഡിഫർ ചെയ്യും. ദെൻ ഫോക്കസ് ഓൺ ദ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ചാനൽ. ഏത് ചാനലാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്തേ മതിയാവുള്ളൂ. ഇത്രയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മൾട്ടിനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ട്രാൻസ്നാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതല്ലാതെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനകത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ്സ് മാർക്കറ്റ് അനാലിസിസ്, പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ്, പ്രൈസിങ് സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഇത്രയും കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇസ് കമ്മിങ് ടു ആൻ എൻഡ്. താങ്ക് യു.